കാശ്മീരിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പകിടകളി സിനിമയാണ് നായകന്മാരാണ് ഉള്ളത്. സ്വാഗതം ചെയ്യാം. ടിറ്റോ എന്ന് പറഞ്ഞാലും കൂടുതൽ ന്യൂ കമൽ രാജൻ അങ്ങനെയും പറയാം. അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഒരു ഇതൊക്കെ അപ്പോ ടിറ്റോയുടെ പുതിയ നായകൻ കൂടിയുണ്ട് അല്ലെ, ദേവസൂര്യ. അപ്പൊ എന്താണ് പകിടകളി? ടിറ്റോ തന്നെ പറഞ്ഞത്. പകിടകളി വയലന്റ് ആണ്, ഇച്ചിരി വയലൻസും ഇച്ചിരി ഫാമിലി ഓറിയന്റഡ് ആണ്. നമ്മളിപ്പോ ഈ നാട്ടില് ഒരുപാട് മിസ്സിംഗ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടണം. ചൈൽഡ് മിസ്സിംഗ് കേസുകൾ, ഗേൾസ്, അങ്ങനെ ഒരുപാട് മിസ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി സിനിമകളൊക്കെ വളരെ ചുരുക്കം കുറവുകളാണ്. അപ്പം നമ്മളൊരു കുറച്ച് 10-27 കുട്ടികളെ കാണാതായിട്ട് ഒരു റിയൽ ഇൻസിഡന്റിനെ ആസ്പദമാക്കിയിട്ട് ഒരു 27 കുട്ടികൾ മിസ്സായി പോയിട്ട് കേരള പോലീസ് അത് റിക്കവർ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു 1 ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പടത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സെബാൻ എന്ന് പറഞ്ഞത്. സെബാനും ദേവിയും കൂടി നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് ഒരു ക്രിമിനൽസ് ആണ് പടത്തില് ബേസ് ചെയ്തുള്ള ഒരു ക്രിമിനൽസ് ആണ്. അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും അവരെ കൊണ്ട് പോലീസ് കേസ് അന്വേഷിക്കുന്നു. അല്ലല്ല ഞങ്ങള് വെച്ചിട്ട് ഞങ്ങളത് ബേസ് ചെയ്ത് ഞങ്ങള് യാദൃശ്ചികമായി പെട്ടുപോകുന്നതാണ്. അപ്പൊ അവർക്കൊരാവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ സഹായം ചോദിക്കുന്നു, നമ്മൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളാണ്. ആദ്യത്തെ സിനിമയാണ് ഇരിക്കുന്നത്. നമ്മള് നല്ലവരായിട്ട് നല്ല കമ്പനി. അപ്പൊ ടിറ്റേട്ടനല്ല, നമ്മള് ഹോൾ ക്രൂ ഇങ്ങനെ കൂട്ടുകാരെ പോലെയാണ്. നിഷാദക്കായാലും ടിറ്റേട്ടനായാലും ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഈ സിനിമയുടെ ഭാഗമായിട്ട് നമ്മള് ഞാനും നിഷാദും ഓൾറെഡി സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഓൾറെഡി സംഭവം എന്ന് പറഞ്ഞിട്ടൊരു പടം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം നമ്മളൊരു അടുത്ത് ഒരു നല്ലൊരു പ്രൊജക്ട് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ദേവനെ പരിചയപ്പെടുന്നത്. എന്റെ പൊന്നി ഇവനാണോ ഹീറോ, ഒരു ഞാൻ പെട്ടുപോകല്ലോ. പക്ഷെ ഭയങ്കര കംഫർട്ടായിരുന്നു ആള്. പുതിയ ഒരു ആക്ടറിന്റെ പോലത്തെ ഫീലും നല്ല കിടലിനായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് നിന്ന് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതും തുടക്ക ടൈമിൽ സ്വതവേ എല്ലാവരും പേടിച്ച് പോയി നിൽക്കില്ലേ, ആൾക്കൊരു പേടിയില്ല, ആളുകളാണ്. പിന്നെ കണ്ടുപിടിക്കാൻ ആളുണ്ടല്ലോ. ഇതില് ഈ പറഞ്ഞ ക്രിമിനൽസ് ആണ് ഈ ആളുടെ ഫസ്റ്റ് വേർഡാണ്. അപ്പൊ അങ്കമാലി മുതൽ എടുത്തപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കണം മിക്ക സിനിമയിൽ ഇതുപോലെ ക്രിമിനൽ ആണല്ലോ. സ്വാതന്ത്ര്യം നമ്മുടെ ടോനോട് എല്ലാത്തിലും കുറച്ചൊരു ചേട്ടാ ഞാൻ എന്നെ കണ്ടത് ചേട്ടാ പച്ചഭാവം ചേട്ടാ. അല്ല അതെന്താ എന്താ പറയാ വെച്ചാല് നമ്മള് അങ്കമാലി കണ്ടിട്ടാണ് എല്ലാ ആൾക്കാരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഓഡീഷന് കണ്ടിട്ടാണ് എനിക്ക് മർഡോണ കിട്ടുന്നത്. കാരണം അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ണേട്ടനാണ് എനിക്ക് മർഡോണ തരുന്നത്. കാരണം ഞാൻ അങ്കമാലിയുടെ ഓഡീഷനിൽ അഭിനയിച്ച ആക്ടിങ് അല്ല അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചത്. അത് എനിക്ക് ചാൻസ് കിട്ടിയത് മർഡോണയിലാണ്. അത്രയും സെന്റിമെന്റ്സ്, ഇമോഷൻസ്, കാര്യങ്ങളും. എല്ലാവർക്കും ഹെവി ക്യാരക്ടർ സാധനം കിട്ടുന്നത്. അതാണ് എനിക്ക് ഇച്ചിരി ചേഞ്ച് എന്നുള്ള രീതിയിൽ കിട്ടിയ ക്യാരക്ടർ. ഇനി ഈ പടത്തിലാണ് ഞാൻ കുറെ വെയിറ്റ് ചെയ്ത്. ഇതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു, എനിക്കത് വർക്കായില്ല. ഇതാണ് ഇല്ല അങ്ങനെ അടി ബഹളം നിൽക്കുന്നില്ല. പടത്തിന് ആവശ്യമായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പോകുന്നുള്ളൂ. കഥയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഒരടിക കിട്ടിയിട്ട് തലയൊരു കറക്കം കയറി. അയ്യോ ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ കൂടെ അഭിനയിച്ച അമലാണ് വില്ലൻ ക്യാരക്ടർ ചെയ്തതാണ്. അമലാണ് വില്ലൻ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ അമലിന് നല്ല പരിക്ക് നല്ല രീതിയിൽ. പിന്നെ പുതിയ ആൾക്കാരല്ലേ നമ്മളാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി മിസ് ചെയ്യും. ഇല്ല, ഞങ്ങൾ രണ്ടുപേരാണ് ഈ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരാണ് കോമ്പിനേഷൻ ഫുൾ.